സംസ്ഥാനത്ത് കാട്ടാനാക്രമണം അതിരൂക്ഷമായ പ്രദേശങ്ങളിലൊന്നാണ് തൃശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി പഞ്ചായത്ത്. വരന്തരപ്പള്ളിയിലെ വിവിധ മേഖലകളിൽ ഓരോ ദിവസവും കൂട്ടമായി എത്തിയാണ് ആനകൾ ശല്യമുണ്ടാക്കുന്നത്. പ്ലാന്റേഷനുകൾ ഏറെയുള്ള മേഖലയിലെ തോട്ടം തൊഴിലാളികളാണ് ആന ആക്രമണങ്ങളെ തുടർന്ന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മാത്രം 6 പേരാണ് മരിച്ചത്. നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. ആനശല്യം ഇത്രയേറെ രൂക്ഷമായ പ്രദേശത്ത് എന്നിട്ടും തൊഴിലാളികളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിനോ പ്ലാന്റേഷൻ കമ്പനികൾക്കോ ഇനിയും സാധിച്ചിട്ടില്ല. വരന്തരപ്പള്ളിയിൽ കാട്ടാന ആക്രമണം എന്ന തലക്കെട്ടിന് വാർത്താ പ്രാധാന്യമില്ലാതായിട്ട് വർഷങ്ങളേറെയായി. ഒരു ദിവസത്തിൽ തന്നെ പലതവണയാണ് പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കാട്ടാനകൾ കൂട്ടമായെത്തി നാശമുണ്ടാക്കുന്നത്. പഞ്ചായത്തിലാകെ വിവിധ പ്ലാന്റേഷൻ കമ്പനികൾക്ക് കീഴിൽ ഏക്കറുകളോളം സ്ഥലത്താണ് റബ്ബർ എസ്റ്റേറ്റുകളുള്ളത്. ഈ തോട്ടങ്ങളിലെ തൊഴിലാളികളാണ് ആനശല്യത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. പെട്ടെന്ന് കുന്നത്തുനിന്ന് ഓടി ഇറങ്ങി എൻ്റെ അടുത്തേക്ക് എത്താറായി. രണ്ട് മരത്തിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒന്നിച്ച് അവിടെ നിന്ന് വഴിക്ക് ഞാൻ ഒരു നിലയ്ക്ക് റോട്ടിലേക്ക് ഓടി ഇങ്ങോട്ട് കടന്ന വഴിക്ക് വേറൊരു ബൈക്കുകാരൻ വരുന്നുണ്ടായിരുന്നു. ആ ബൈക്കുകാരൻ്റെ ബാക്കിൽ കയറി ഒട്ടുപാല് വാരിയിടുന്നിടത്തുനിന്ന് കൊമ്പിട്ടെടുത്ത് നീർന്നിട്ട് നോക്കുന്നത് ആനയുടെ മുന്നിരിക്കുക. ആനകൾ ഒന്നിച്ച് വന്ന് ഇങ്ങോട്ട് നോക്കി എന്നെ കണ്ട് ഇങ്ങനെ നിൽക്കുക. അവർ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു നിവൃത്തിയില്ലാത്തൊരു ഭാഗമായി. കഴിഞ്ഞ 5 വർഷത്തിനിടെ പ്രദേശത്ത് 6 പേരാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. ആനകളുടെ ആക്രമണത്തിലും ആനകളെ കണ്ട് ഭയന്നോടുന്നതിനിടയിലും വീണ് നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. അതിരാവിലെ ഉപജീവനത്തിനായി തോട്ടങ്ങളിലെത്തുന്ന തൊഴിലാളികളുടെ ജീവന് സുരക്ഷിതത്വമില്ല. നനച്ചിരിക്കാത്ത നേരത്ത് തോട്ടങ്ങളിൽ ആനയെത്തുമ്പോൾ ജീവനോ ജീവിതമോ നഷ്ടപ്പെടുമെന്ന അവസ്ഥ. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 6, 7, 8, 9 വാർഡുകളിൽ ഉൾപ്പെടുന്ന എച്ചിപ്പാറ, കുണ്ടാഴി, കാരിക്കുളം, പാലിപ്പള്ളി, ചൊക്കന, ചിമ്മിനി, വലിയകുളം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ദിവസേന എന്ന വണ്ണം ആന ആക്രമണങ്ങൾ നടക്കുന്നത്. വിവിധ എസ്റ്റേറ്റുകൾക്ക് കീഴിലായി 1500-ലേറെ പേർ തോട്ടം മേഖലയിൽ മാത്രം ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വനവും തോട്ടവും പിന്നിട്ട് ഇവർ താമസിക്കുന്ന പാടികളിലേക്കും ജനവാസ മേഖലകളിലേക്കും ഇറങ്ങിയെത്തുന്ന കാട്ടുകൊമ്പന്മാർ ഓരോരുത്തരുടെയും നിത്യജീവിതത്തെ ബാധിക്കും വിധം ഗുരുതര പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഫെൻസിങ് ഒന്നും ഇപ്പോൾ അവർക്ക് ഒരു ഇതല്ല, പുത്തിരിയല്ല. കാരണം ഇത് കണ്ട് ഈ പടക്കം പൊട്ടിക്കലും ഗുണ്ട് പൊട്ടിക്കലും അങ്ങനെയായിട്ട് ഇപ്പോൾ ഈ ഫെൻസിങ് ചെന്ന് അവർ കാല് ചേർത്ത് ചവിട്ടുക, ആ ചവിട്ടിയിട്ട് അങ്ങോട്ട് മറക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മരം നിൽക്കുകയാണെങ്കിൽ ആ മരം അതിൻ്റെ മേലേക്ക് ഒടിച്ചിടുക. അല്ലെങ്കിൽ ഇപ്പോൾ ആ ദൂരം മരം നിൽക്കുകയാണെങ്കിൽ ആ ദൂരം മരത്തിനെ കൊടുന്നിട്ട് ഒടിച്ച് ഫെൻസിങ്ങിൻ്റെ മേലെ കൂടെ ഇടും. എന്നിട്ട് ആ മരത്തുമ്പോൾ ചവിട്ടി അവരപ്പുറത്ത് വരും. എന്നിട്ട് വളപ്പുകളിൽ കയറുക, അടയ്ക്കാൻ മരം, തെങ്ങ്, വാഴ, വല്ല സാധനം. ഇനിതൊന്നുമില്ല. ആനശല്യത്തെ തുടർന്ന് മേഖലയിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ ഇതിനോടകം കുടിയൊഴിഞ്ഞു പോയി. വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശത്ത് രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ എത്താതിരുന്നതിനെ തുടർന്ന് പലർക്കും ചികിത്സ പോലും കിട്ടാതിരുന്നിട്ടുണ്ട്. ആനശല്യം രൂക്ഷമായതോടെ ചെറുപ്പക്കാരുടെ വിവാഹം പോലും മുടങ്ങുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളതായി പ്രദേശവാസികൾ പറയുന്നു. കല്യാണം കഴിയാത്ത വിവാഹപ്രായത്തിയ പെൺകുട്ടികളും ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിക്ക് പണിക്ക് പോയിട്ടാണ് അവർ ജീവിക്കണേ. അപ്പോൾ അങ്ങനെ അപ്പോൾ അവർക്ക് അങ്ങനെ, അതുപോലെ തന്നെ പരിക്കേറ്റവർക്ക് യാതൊന്നും തന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ആരെങ്കിലും ഒരു തൊഴിലാളിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിനെ ആന ആക്രമിച്ച് പരിക്ക് പറ്റിയാൽ തന്നെ കുറേ ആളുകൾ മിണ്ടുന്ന പോലും ഇല്ല. കാട്ടാന വന്ന് അതിനെ കണ്ട് പേടിച്ച് ഓടി വീഴുന്ന ഒരുപാട് ആളുകളുണ്ട്, കാലക്കൂടി എന്നവർ. പക്ഷെ അവർ സഹായത്തിന് പോലും പോണില്ല. വനംവകുപ്പിന്റെയും വിവിധ ജനപ്രതിനിധികളുടെയും ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഫെൻസിംഗ് ആനശല്യത്തെ തടയാൻ ഇന്ന് പര്യാപ്തമല്ല. ഫെൻസിംഗും മറികടന്നെത്തുന്ന കാട്ടുകൊമ്പന്മാരെ തടയാൻ വനാതിർത്തികളിൽ ട്രെഞ്ചുകൾ നിർമ്മിക്കണമെന്നാണ് തൊഴിലാളികളും നാട്ടുകാരും പറയുന്നത്. എന്നാൽ വിവിധ കാരണങ്ങൾ പറഞ്ഞ് വനംവകുപ്പും പ്ലാന്റേഷൻ കമ്പനികളും ട്രെഞ്ച് നിർമ്മാണത്തെ എതിർക്കുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജീവിതത്തിൽ ആനപ്പേടിയില്ലാതെ കടന്നുപോയ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ലെന്നാണ് വരന്തരപ്പള്ളിക്കാർ ഒരുപോലെ പറയുന്നത്.
എനിക്ക് പിന്നിൽ കാണും വിധം കാട്ടാനകൾ ഇങ്ങനെ കൂട്ടമായി സ്വൈരവിഹാരം നടത്തുന്ന തോട്ടങ്ങളിലാണ് തൊഴിലാളികൾക്ക് ജീവൻ പണയം വെച്ച് ജോലിയെടുക്കേണ്ടി വരുന്നത്. കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും കഥകൾ അവരിൽ നിരവധി ആളുകൾ നമ്മളോട് പറഞ്ഞു. മറ്റു മാർഗങ്ങളില്ലാതെ ഈ തോട്ടങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഇറങ്ങേണ്ടി വരുന്നവരുടെ ജീവന് ഏത് സംവിധാനമാണ് സുരക്ഷയൊരുക്കുക? ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനും വിനീതിനുമൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ. ലെവിൻ കെ വിജയൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ലെവിൻ, വലിയ കണക്കാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 6ഓളം മരണങ്ങൾ, ഒപ്പം 100-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം. എന്നിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ കണ്ണ് തുറക്കാത്തത് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. പലപ്പോഴും നമ്മൾ ഈ മലയോര മേഖലകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു മരണം നടക്കുന്നു, അപ്പോൾ നാട്ടുകാർ പ്രതിഷേധിക്കും, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്ന വനം വകുപ്പിനെ നമ്മൾ കാണാറുണ്ട്. അവിടെ ഈ വരന്തരപ്പള്ളി മേഖലയിൽ ഇതിനോടകം എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കാട്ടാന ആക്രമണത്തെ ചെറുക്കാനായിട്ട്? ലക്ഷ്മി, നമുക്കറിയാം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ തൃശൂർ ജില്ലയിൽ ആനയാക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് 13 ആളുകളാണ്. ആ 13 ആളുകളിൽ വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ വിവിധ എസ്റ്റേറ്റുകൾ അടക്കമുള്ള മേഖലകളിൽ 6 പേർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. ഈ 13 പേരിൽ പകുതിയിലധികം ആളുകൾ മരിച്ചിരിക്കുന്നത് ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളതാണ്. എനിക്ക് ചുറ്റും ഇപ്പോൾ ഈ പ്രദേശത്തിന്റെ ഒരു ആളുകളുടെ ഒരു കൂട്ടം കാണാം. ഈ 1500-ലേറെ തോട്ടം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. നിരവധിയായ മനുഷ്യർ മറ്റു മേഖലകളിൽ ജോലി നോക്കുന്നുണ്ട്. ഇത്തരത്തിൽ 10,000-കണക്കിന് മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നമായിട്ടും കഴിഞ്ഞ 5-6 വർഷത്തിനിടയിൽ ഇവിടെ സംവിധാനങ്ങൾക്ക് ഒന്നും ചെയ്യാനായില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാനാവുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിൽ പുലിശല്യം അതിരൂക്ഷമാണ്. അത് ആനയിറങ്ങാത്ത ഒരു ദിവസം പോലും ഇല്ല. അതിൻ്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് തോട്ടം തൊഴിലാളികളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും താൽക്കാലിക പരിഹാര മാർഗങ്ങൾക്കപ്പുറത്തേക്കൊന്നും നടക്കുന്നില്ല. താൽക്കാലികമായി ചെയ്യുന്ന കാര്യങ്ങളൊട്ടും ഫലപ്രാപ്തിയിലും എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, അവരുടെ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? വാർത്താപരമായി നമ്മൾ ഈ വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ളൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് പ്രതീക്ഷിക്കുന്നത്? നിരന്തരം ഞങ്ങൾ പറയുന്ന പരിഹാര മാർഗം ട്രഞ്ച് സ്ഥാപിക്കണമെന്ന് തന്നെയാണ്. ഈ മേഖലയിൽ സോളാർ ഫെൻസിങ് ചില സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിലും അതൊരു താൽക്കാലിക പ്രതിരോധം മാത്രമാണ്. ആനകൾ കൂട്ടമായി എത്തുമ്പോൾ ഈ ഫെൻസിങ്ങും തകർത്തിട്ടാണ് ഈ തോട്ടം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇവർ പാഞ്ഞു കയറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്രഞ്ച് സംവിധാനം തന്നെ വേണം. ഇത് നിരന്തരമായി ഈ പ്രദേശത്തിൻ്റെ ആവശ്യമാണ്. തൊഴിലാളികളും നാട്ടുകാരും മുഴുവനും സ്ഥിരം പറയുന്നതാണ് പഞ്ചായത്തിനോടും അതുപോലെ തന്നെ MLA തുടങ്ങിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടൊക്കെ. പക്ഷേ ഇതിന് യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. MLA ഈ കാര്യത്തിൽ തികഞ്ഞ അലംഭാവമാണ് കാണിക്കുന്നത്. ഏകദേശം ഒരു 3 വർഷത്തിലധികമായി ഈ മേഖല അതിരൂക്ഷമായ കാട്ടാന ശല്യത്തിലാണ്. തോട്ടം തൊഴിലാളികൾ നിരന്തരം കാട്ടാന ഓടിക്കുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, 6ഓളം തൊഴിലാളികളടക്കമുള്ള ഈ പ്രദേശവാസികളെ ആന അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയ ഒരു സംഭവം നടന്ന പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും ഇതിനെതിരെ ഒരു ഇനിയൊരു നാളുകളിൽ ഒരാൾ പോലും, ഒരു തോട്ടം തൊഴിലാളി പോലും അല്ലെങ്കിൽ ഒരു ജനങ്ങളിൽ ഒരാൾ പോലും ഇവിടെ മരിക്കരുത് അല്ലെങ്കിൽ ആക്രമിക്കപ്പെടരുത് എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ ഇവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് ആവശ്യം. ജനങ്ങൾക്ക്, തോട്ടം തൊഴിലാളികൾക്ക് ആവശ്യം നിങ്ങൾക്ക് നാളെ ധൈര്യമായി നിങ്ങളുടെ പണിയിടങ്ങളിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങളെ കാട്ടാനയോ മറ്റു വന്യജീവികളോ ഈ ജനവാസ മേഖലയിലും തോട്ടം മേഖലയിലും വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തില്ല എന്ന് ഒരു ഉറപ്പ് തരാൻ ഇവിടെയുള്ള ജനപ്രതിനിധികൾക്കോ MLAക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ശക്തമായ ആവശ്യം ട്രഞ്ച് സ്ഥാപിക്കണം എന്ന് തന്നെയാണ്. എന്നാൽ മാത്രമാണ് ഈ അതിശക്തമായ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ആനശല്യമുള്ള പ്രദേശമായി ഈ മേഖല മാറിക്കഴിഞ്ഞു. ലക്ഷ്മി, ഈ ആളുകൾ നമ്മളോട് ആ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഒരു പ്രത്യേകമായ കാര്യം പറയാനുള്ളത്, തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തോട്ടമേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ് പുതുക്കാട് മണ്ഡലത്തിലെ വരന്തരപ്പള്ളി. നിരവധി എസ്റ്റേറ്റ് തൊഴിലാളികൾ ഇവിടെ ജീവിച്ചിരുന്നു. ഇപ്പോൾ 1500-ലധികം ആളുകൾ മാത്രമാണുള്ളത്. വലിയൊരു ജനസംഖ്യ ഇവിടെ നിന്നും, തോട്ടം തൊഴിലാളികൾക്കിടയിൽ നിന്നും പൊതുജനങ്ങൾക്കിടയിൽ നിന്നും ഈ പ്രദേശം വിട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് ആനശല്യവും വന്യമൃഗശല്യവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണങ്ങൾ. അത് തന്നെയല്ലേ? എങ്ങനെയാണ്? തീർച്ചയായും അങ്ങനെ ഈ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് തൊഴിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് ഇവിടെ. ഇപ്പോൾ നമുക്കറിയാം, ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളിവിടെ കേന്ദ്രീകരിച്ച് നിന്നപ്പോൾ തന്നെ 1 ലക്ഷത്തിലധികം മരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു റബ്ബർ മരം നഷ്ടപ്പെടുമ്പോൾ ഒരു 30 വർഷത്തെ തൊഴിലാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത്രയും ഒരു 1000-ലധികം പേർക്ക് ജോലി കിട്ടുന്ന ഒരു തലമുറയ്ക്ക് ജോലി കിട്ടാവുന്ന ഒരു അവസരം കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ ഈ ആനയും വന്യമൃഗങ്ങളും കൊണ്ടാണ്.
അതിൽ വനം വകുപ്പിൻ്റെ വളരെയധികം അനാസ്ഥയുണ്ട്. ഇപ്പോൾ കമ്പനികൾ തന്നെ ട്രഞ്ച് എടുക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വനം വകുപ്പ് അനുവദിക്കാത്ത വിഷയങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനങ്ങളോട് ക്രൂരമായിട്ട് വനം വകുപ്പ് പെരുമാറുന്നത് നമുക്കറിയില്ല. ഈ തൊഴിലാളികൾക്ക് സംരക്ഷണവും കാര്യങ്ങളും നൽകേണ്ടത് സർക്കാരിൻ്റെയും വനം വകുപ്പിൻ്റെയും ഉത്തരവാദിത്വം തന്നെയാണെന്നുള്ള യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് ഇവിടെ വിവാഹം കഴിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പെണ്ണന്വേഷിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലപ്പള്ളിക്കാന്ന് പറഞ്ഞാൽ പെണ്ണ് കൊടുക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യമാണ്. ആൾ ചികിത്സ കിട്ടാത്ത പ്രശ്നങ്ങൾ, ചികിത്സ ഉണ്ട്, ഒരുപാടുണ്ട്. ചികിത്സ കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ആളുകളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം. ഇപ്പോൾ ഗുണ്ടായി ഭാഗത്തുനിന്നാണെങ്കിലും എച്ചിപ്പാറ ഭാഗത്തുനിന്നാണെങ്കിലും ആനകളും അല്ലെങ്കിൽ പുലികളും മറികടന്നിട്ട് വേണം പോകാൻ വേണ്ടി. ഇപ്പോൾ വാഹനങ്ങൾ രാവിലെ തന്നെ കാണുമ്പോൾ 6 മണിക്ക് 7 മണിക്ക് രാവിലെ പുലിയെ കാണുന്നു മെയിൻ റോഡിൽ. നിങ്ങളിപ്പോൾ ഈ വരുന്ന വഴി തന്നെ ഉണ്ടായിരുന്നു, പുലി ഉണ്ടായിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് പുലിയുടെ ആക്രമണം ഉണ്ടായി, പക്ഷേ കുട്ടികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ചയായിട്ട് നിരന്തരം പുലിയുടെ ശല്യമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും മറ്റുള്ള ഭാഗത്തും ഉണ്ടാവണം തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ മേഖലയിലെ സ്ത്രീകളുടെ വാക്കുകൾ കൂടി കേൾക്കാം. ആനപ്പേടി ഇല്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമുക്ക് പേടിച്ചിട്ട് തന്നെയാണ്, നമ്മൾക്ക് പുറത്തിറങ്ങാൻ പറ്റൂലല്ലോ. അങ്ങനെ ജീവിക്കണം. മനുഷ്യന്മാരെ എന്തെങ്കിലും സുരക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലേ നമുക്ക് പുറത്തിറങ്ങി ജീവിക്കാനൊക്കെ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഒരു വിറകിന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പകലായാലും രാത്രിയായാലും ഇതിൻ്റെ ശല്യം കൊണ്ട് 5 മണി കഴിഞ്ഞാൽ പോലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു സുരക്ഷിതത്വം അവരുണ്ടാക്കി തരണം. അതാണ് നമ്മളിവിടെ ജീവിച്ചു പോകാനുള്ള മനുഷ്യർ തന്നെയല്ലേ. അതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ലക്ഷ്മി, തീർച്ചയായും ഇത് ഈ പ്രദേശത്തെ പൊതുജനങ്ങളിൽപ്പെടുന്ന ആളുകളാണ്. തോട്ടം തൊഴിലാളികൾ വലിയൊരു വിഭാഗം ഇപ്പോഴും ജോലിയിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് എടുക്കാൻ ഈ ഘട്ടത്തിൽ സാധിക്കില്ല. ഏറ്റവും വലിയ ഗുരുതര പ്രശ്നങ്ങൾ നേരിടുന്നത് തോട്ടം തൊഴിലാളികൾ തന്നെയാണ്. അതിരാവിലെ പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഒക്കെ എഴുന്നേറ്റാണ് ഇവർ തോട്ടങ്ങളിലേക്ക് ടാപ്പിങ്ങിനായി മറ്റും പോകുന്നത്. തൊട്ടടുത്തൊരു ഹെഡ്ലൈറ്റിൻ്റെ മാത്രം അല്ലെങ്കിൽ ഒരു ഹെഡ്ലാമ്പിൻ്റെ മാത്രം വെളിച്ചത്തിലാണ് ഇവർ ഈ ജോലിക്കായി പോകുന്നത്. തൊട്ടടുത്തൊരു ആന നിന്നാൽ ഒരു പക്ഷേ ആ ഹെഡ്ലാമ്പിൻ്റെ ഒരു വെളിച്ചമില്ല എങ്കിൽ അപകടം പതിയിരിക്കുന്നത് ഒരിക്കലും കാണാൻ കഴിയില്ല. ഇത്തരത്തിൽ 1500-ലധികം ആളുകൾ ഈ മേഖലയിലുണ്ട്, തോട്ടം തൊഴിലാളികൾ എന്നുള്ളതാണ്. ചേട്ടാ, തോട്ടം തൊഴിലാളിയാണ്, എന്താണ് പറയുള്ളത്? ഇവിടെ റീപ്ലാന്റിൻ്റെ സമയം കഴിഞ്ഞിട്ട് ഒരു 5-8 വർഷങ്ങളും കഴിഞ്ഞിട്ടുണ്ടാവും. കാടുകൾ നിറഞ്ഞ് തൊഴിലാളികൾ കുറവ്. കാടുകൾ നിറഞ്ഞ് ഇവർ റീപ്ലാന്റ് ചെയ്യാതെ ആവർത്തന കൃഷി ചെയ്യാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊഴിലാളികൾക്കുള്ള എല്ലാ ഒരു സേഫ്റ്റി ഒന്നും ഇവർ ചെയ്തു കൊടുക്കണില്ല മാനേജ്മെൻറ്റ്. കാട് എടുക്കണില്ല. മൃഗങ്ങൾ കാട്ടിൽ നിന്ന് ഇവിടെ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ കുട്ടികൾക്കും എല്ലാവർക്കും പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അപകട രീതിയിലല്ലാതെ അവർക്ക് സ്കൂളിലേക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിരന്തര പരാതികൾ ഉന്നയിച്ചതാണ്, പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. വേണ്ടത്ര വിധത്തിൽ അധികാരികൾ ഈ വിഷയത്തെ ശ്രദ്ധിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? എന്താണ് തോന്നുന്നത്? ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ തവണ ഇപ്പോൾ ജനവാസ മേഖല എന്ന് പറഞ്ഞാൽ ഈ എലിക്കോട് കോളനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാട്ടാന വന്ന് കക്കൂസിനെ സെപ്റ്റി ടാങ്കിൽ വിടാറ്. ഈ വീണ വീട്ടുകാർക്ക് യാതൊരു അന്വേഷണമോ അവർക്ക് എന്തെങ്കിലും അതിൻ്റെ പ്രതിഫലമോ ഇതുവരെ കൊടുക്കാനോ ആ ഒരു ഉദ്യോഗസ്ഥനും ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റ് ഭാഗത്തു നിന്നാണെങ്കിലും ആരുടെ ഭാഗത്തു നിന്നും അതൊരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ റബ്ബർ തോട്ടം മാത്രമൊന്നുമില്ല, ഞങ്ങളൊക്കെ പുറത്ത് പരിസരങ്ങളിൽ താമസിക്കുന്നവരാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരു ദിവസം കുരങ്ങിൻ്റെ ശല്യം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലും ഒരു കൃഷി ചെയ്തു കഴിഞ്ഞാൽ ആ കൃഷി മൊത്തം നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് ആന, ഒരു ഭാഗത്ത് കുരങ്ങ്, മറ്റുള്ള സ്ഥലത്ത് പുലി, ഒരു പശുവിനെ വളർത്താനോ മറ്റു കാര്യങ്ങൾക്കോ സാധിക്കുന്നില്ല. ഞങ്ങൾക്കൊക്കെ ഈ പുഴയുടെ ബെൽറ്റോരങ്ങളിൽ ലക്ഷക്കണക്കിന് കവുങ്ങുകളുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഈ ലക്ഷക്കണക്കിന് കവുങ്ങുകളിൽ ഒരു കവുങ്ങ് പോലും ഇല്ലാതെ ആന നശിപ്പിച്ചു. അതുകൂടാതെ ആയിരക്കണക്കിന് തെങ്ങുകൾ, ഒരു പറമ്പിലൊക്കെ 100-130 തെങ്ങുണ്ടായിരുന്നത് ഒരു തെങ്ങുമില്ല ഇതിനകത്ത്. അതിലിപ്പോൾ എൻ്റെ പള്ളത്ത് മാത്രം കമ്പി ചുറ്റി നിർത്തിയ കാരണം കൊണ്ട് ഒരു 10 തെങ്ങ് നിൽപ്പുണ്ട്. ബാക്കി ഈ പുഴയോരത്ത് ചിമ്മിണിടാൻ പോയിട്ട് വരന്തരപ്പള്ളി വരെ പുഴയുടെ മേഖലയിൽ ഒരു കൃഷി വിഭവങ്ങളും ആരും ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല, കൃഷി നടത്തുന്നുമില്ല. ചെയ്താൽ ജനങ്ങൾക്ക് കാര്യം കിട്ടുന്നില്ല. ലക്ഷ്മി, വ്യക്തമാണ് കാര്യങ്ങൾ. പൊതുജനങ്ങളുടെയും തോട്ടത്തൊഴിലാളികളുടെയും ഒക്കെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. നമ്മൾ ഇവിടെ വന്ന് വാർത്ത ചെയ്തതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഇവിടെ അടിയന്തരമായിട്ടൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകമായി യോഗം നടക്കും. തോട്ടത്തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും അടക്കം വന്യജീവി ശല്യത്തെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒരു പരിഹാരം തീർച്ചയായും അവരുടെ പ്രശ്നങ്ങൾ വളരെ വേഗം പരിഹരിക്കപ്പെട്ടെ. കാരണം സ്വന്തം വീടിന് പോലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ആ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തം ഇതിനോടകം നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. ലെവിൻ.